അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19 വ്യാഴാഴ്ച. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങളിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും നിലവിലെ സുപ്രീം കോടതി പുറത്തിറക്കിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീം കോടതി സ്റ്റേ നൽകിയതിൽ സന്തോഷമുണ്ടെന്നും ഇത് പൂരപ്രേമികളുടെ വിജയമാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരപ്രേമികളായ ജനങ്ങളുടെ വികാരമാണ് സുപ്രീം കോടതി മനസ്സിലാക്കിയതെന്നും ഇത് ദേവസ്വങ്ങളുടെ മാത്രം പ്രശ്നമല്ലെന്നും വാദ്യകലാകാരന്മാർ മുതൽ ബലൂൺ കച്ചവടക്കാരെ വരെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നുവെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച് നീലവസ്ത്രങ്ങൾ ധരിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ BJP പ്രതിഷേധത്തിനിടയിലേക്ക് കയറിയതോടെ പാർലമെന്റ് സംഘർഷാവസ്ഥയിലായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും പ്രിയങ്ക ഗാന്ധിയെയും BJP MPമാർ പിടിച്ചു തള്ളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി BJP MPമാരെ തള്ളിയെന്ന് BJPയും ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശത്തിൽ ചർച്ച ചെയ്യുന്നതിനായി ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കോൺഗ്രസ്. മണിക്കം ടാഗോർ MPയാണ് നോട്ടീസ് നൽകിയത്. അമിത്ഷാ മാപ്പ് പറഞ്ഞ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. ADGP MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദനത്തിനുള്ള വിജിലൻസ് അന്വേഷണത്തിന് പുറമെ തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടും. അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കാനും നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഗസറ്റഡ് ഉദ്യോഗസ്ഥനടക്കം 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെയെന്ന് CPM തീരുമാനം. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് CPM ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ദേശീയ കോഓർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോട് മുടങ്ങിയ തവണകളുടെ തുക അടിയന്തരമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ KSFE ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് KSFE ചെയർമാൻ K. വരദരാജൻ വ്യക്തമാക്കി. നേരത്തെ തന്നെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ലെന്ന് തീരുമാനം എടുത്തിരുന്നതാണെന്നും അങ്ങനെയിരിക്കെ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടകര അഴിയൂർ ചോറോട് 9 വയസ്സുകാരിയായ ദൃശാനയെ വാഹനമിടിച്ച് കോമാവസ്ഥയിലാക്കിയ കേസിലെ പ്രതി ഷജീലിന് മുൻകൂർ ജാമ്യം ഇല്ല. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അപകടമുണ്ടാക്കിയിട്ടും നിർത്താതെ വാഹനമോടിച്ചു, അപകട വിവരം മറച്ചുവെച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത്.
തൃശൂർ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വൻ വേലിയേറ്റം. ശക്തമായ തിരയിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറിയതിനെ തുടർന്ന് പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരുന്നു. വെള്ളം കയറിയതോടെ മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബലാത്സംഗ കേസിൽ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. എറണാകുളം പോക്സോ കോടതിയുടേതാണ് വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ്. മോൺസന്റെ മാനേജരായി ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കേസ്. വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് പൊതുയോഗം നടത്തിയതിനെ വിചിത്ര ന്യായീകരണവുമായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വി ജയരാഘവൻ. സിപിഎം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കേച്ചേരിയിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് വിജയരാഘവന്റെ ന്യായീകരണം. കാറിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? നടന്നും പോകാമല്ലോ എന്നും കാറിൽ പോകണമെങ്കിൽ ചെറിയ കാറിൽ പോയാൽ പോരെ എന്നുമായിരുന്നു വിജയരാഘവൻ ചോദിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഇല്ലേ എന്നും എല്ലാവരും കൂടി കാറിൽ പോകാതെ നടന്നു പോകാമല്ലോ എന്നും 25 കാർ പോകുമ്പോൾ 25 ആളുകളെ പോകുന്നുള്ളൂവെന്നതാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡിലൂടെ കാർ ഓടിക്കാനുള്ള അവകാശം പോലെ സാധാരണക്കാർക്ക് റോഡിൽ ജാഥ നടത്താനുള്ള അവകാശവും അനുവദിച്ചു തരണമെന്നും വിജയരാഘവൻ ആവശ്യപ്പെട്ടു. SDPI നേതാവ് ഷാൻ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതികൾ ഒളിവിൽ. പ്രതികൾ കോടതിയിൽ കീഴടങ്ങാൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും ഹാജരായില്ല. പ്രതികളായ വിഷ്ണു, അഭിമന്യു, സാനന്ദ്, അതുൽ, ധനേഷ് എന്നിവരുടെ ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത്. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി വീണ്ടും വാറണ്ട് പുറപ്പെടുവിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും BJP CPM വിമതൻ പുറത്ത്. ഇടതംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യാനായിരുന്നു CPM വിപ്പ്. എന്നാൽ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം CPM വിപ്പ് ലംഘിച്ചു. ഇടത് അംഗങ്ങൾക്കൊപ്പം ചേർന്ന് കോൺഗ്രസിന്റെ 3 പ്രതിനിധികൾ വോട്ട് ചെയ്തു. പാർട്ടി വിപ്പ് ലംഘിച്ചതിനാൽ സങ്കടമുണ്ടെന്നും പാർട്ടിയിലെ ചില കീടങ്ങളാണ് ഇതിന് കാരണമെന്നും CPM നടപടി സ്വീകരിക്കാൻ തയ്യാറെന്നും CPM ബ്രാഞ്ച് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ റൺസിൻ കെ രാജൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി നാളെ പ്രതിക്ക് ശിക്ഷ വിധിക്കും. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും അമ്മാവനെയുമാണ് പ്രതി വെടിവെച്ച് കൊന്നത്. 2 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1976 മുതൽ സിനിമ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു മീന ഗണേഷ്. 100-ലധികം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള താരമാണ് മീന ഗണേഷ്. നന്ദനം, കരിമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ആകാശവാണി തൃശൂർ സ്റ്റേഷൻ ഡയറക്ടർ M ബാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. മുൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുലഭയാണ് ഭാര്യ. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് KJ നഗറിൽ തെക്കുംപുറത്തെ വീട്ടിൽ പരേതനായ രാമകുമാറിന്റെയും സ്വർണകുമാരിയുടെയും മകനാണ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിമർശിച്ച് തമിഴ് സൂപ്പർ താരവും തമിഴക വെട്രി കഴകം പ്രസിഡന്റുമായ വിജയ്. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെയാണ് വിജയിന്റെ പ്രതികരണം. ചില വ്യക്തികൾക്ക് അംബേദ്കറിന്റെ പേരിനോട് അലർജി ഉണ്ടാകാം എന്നാണ് വിജയ് എക്സിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ 13 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് അപകടത്തിൽപ്പെട്ട മലയാളി കുടുംബം സുരക്ഷിതർ. പത്തനംതിട്ട സ്വദേശികളായ ജോർജ് മാത്യുവും നിഷ ജോർജ് മാത്യുവും 6 വയസ്സുകാരൻ ഏബൽ മാത്യുവും സുരക്ഷിതരാണെന്ന് പോലീസ് അറിയിച്ചു.
ആളുകളുടെ ജീവൻ അപകടത്തിലാക്കും വിധം അലക്ഷ്യമായി വാഹനമോടിച്ച കുറ്റം ചുമത്തി സ്പീഡ് ബോട്ട് ഓടിച്ചയാൾക്കെതിരെ കേസെടുത്തു. ജമ്മു കാശ്മീരിലെ രാജൌരി ജില്ലയിലെ ഭീതിയിലാഴ്ത്തി അജ്ഞാത രോഗം. കോട്രംക താലൂക്കിലെ ബാഥൽ ഗ്രാമത്തിൽ 9 ദിവസത്തിനിടെ 2 കുടുംബത്തിലെ 8 പേർക്ക് ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 7 പേരും 14 വയസ്സിന് താഴെയുള്ളവരാണെന്നാണ് റിപ്പോർട്ടുകൾ. പരിശോധനകൾക്കായി ബയോസേഫ്റ്റി ലെവൽ 3 മൊബൈൽ ലാബോറട്ടറി രാജൌരിയിലേക്ക് അയച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 5 ഭീകരവാദികളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലാണ് സംഭവം. ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബംഗ്ലാദേശ് ഇന്ത്യ സായുധ സേനാ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ബംഗ്ലാദേശ് സായുധ സേനയുടെയും ഇന്ത്യൻ സായുധ സേനാ പ്രതിനിധി സംഘവും 1971 യുദ്ധത്തിൽ പങ്കെടുത്ത ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഒരുമിച്ചായിരുന്നു കൂടിക്കാഴ്ച. വിജയ് ദിവസ് ആഘോഷങ്ങൾക്കായി 9 അംഗ പ്രതിനിധി സംഘമാണ് ഞായറാഴ്ച കൊൽക്കത്തയിൽ എത്തിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളം ക്വാർട്ടറിലെത്തി. ഒഡീഷയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചാണ് ബി ഗ്രൂപ്പിൽ 2 കളികൾ ബാക്കി നിൽക്കെ കേരളം ക്വാർട്ടറിൽ കടന്നത്. ഡെക്കൻ അരീന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഓരോ പകുതിയിലും ഓരോ ഗോൾ നേടുകയായിരുന്നു കേരളം. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം ചെന്നൈയിൽ തിരിച്ചെത്തി അശ്വിൻ. ഇന്ന് ചെന്നൈയിൽ എത്തിയ അശ്വിന് വീട്ടിൽ വൻ സ്വീകരണമാണ് പ്രദേശവാസികൾ ഒരുക്കിയത്. ബ്രിസ്ബെൻ ക്രിക്കറ്റ് ടെസ്റ്റ് പൂർത്തിയായതിന് തൊട്ടുപിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിനെത്തിയാണ് അശ്വിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.